സമയമാണേ. സ്കൂളൊന്നും തുറന്നിരുന്നെങ്കിൽ കൂട്ടുകാരുടെ കൂടെ സ്കൂളിൽ പോവുകയും ഉച്ചയ്ക്ക് കളിക്കുകയും ഓടുകയും സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയും തിരിച്ച് ബബിൾക്കും ലോലിപ്പോവും കഴിച്ച് ചവച്ച് വീട്ടിലേക്ക് തിരിച്ച് വരണേയും. പ്രത്യേകിച്ചില്ലേ സ്കൂളിൽ ഇരിക്കുമ്പോൾ മഴയൊക്കെ പെയ്താൽ എങ്ങനെയാണെന്ന് അറിയാവോ? നല്ല സുഖമാണ്. അപ്പം അതൊന്നുമില്ല. അതായത് വീടിന് പുറത്തും സ്കൂട്ടറോ സൈക്കിളോ ഓടിക്കാൻ പോലും അമ്മ ഇപ്പം വിടത്തില്ലല്ലോ. പിന്നെ സ്കൂൾ തുറന്നാൽ ഇപ്പം കാണാം. അമ്മ ഇന്ന് രാവിലെ വന്ന് മോന്റെ വെള്ളം കോരി ചോദിച്ചാലല്ലേ നീ എണീക്കുന്നത്. മാത്രമല്ല ഇവിടെ എനിക്കിപ്പോൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ പോലും അമ്മ വിടുന്നില്ല. പിന്നല്ലേ നിന്നെ വിടുന്നത്. ഓ വലിയൊരു ചേച്ചി വന്നിരിക്കുന്നത്. എനിക്കങ്ങനെ അറിവ് ഉപദേശമൊന്നും വേണ്ട കേട്ടോ. അല്ലേലും നിന്നെ മാത്രം വിട്ടിട്ട് അങ്ങനെ എന്നെ വിടാതിരുന്നാ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ നിനക്ക് പോകാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ രണ്ടുപേരും പോകേണ്ടി വരും. അങ്ങനെ പറ്റില്ലല്ലോ. അല്ലെങ്കിലും എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് യാതൊരു പക്വതയില്ല. എന്നെ എന്നിട്ടാണോ ഉപദേശിക്കാൻ വരുന്നത്? അമ്മേ ദേ നന്ദു എന്നെ കയറി എന്തൊക്കെയോ വിളിക്കുന്നു കേട്ടോ. ഞാൻ ഇവിടെ കേട്ടില്ല എത്ര വയസ്സിന് മൂത്തതാ. നന്ദു ഞാൻ അങ്ങോട്ട് ആണാണ്ടല്ലോ. മനുഷ്യനോട് സ്വസ്ഥം തരില്ല പിള്ളേർ. ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ എനിക്ക് സ്വസ്ഥത തരില്ലാന്ന്? അവിടെ അടങ്ങിയിരുന്ന മൂന്നെണ്ണവും. അമ്മേ ഞാനൊന്നും ചെയ്തില്ല. അല്ലെങ്കിലും നീ ആയിട്ടൊന്നും ഇങ്ങനെ ചെയ്യണ്ട. അല്ലെങ്കിൽ അനിയത്തിമാർ വഴക്ക് കൊടുത്താണ്ട് അങ്ങ് നോക്കി നിന്നോണം. ഓ ഈ വെട്ടിങ്ങളാണ് എനിക്കാണോ വഴക്ക് വെക്കുന്നത്? ഒന്ന് നിർത്തിക്കേ. ഞങ്ങൾ വഴക്കിടുന്നതിന് നിനക്കെന്താ? അത് തന്നെ ഞങ്ങളൊക്കെ കട്ടച്ചങ്ക. നീ എന്തിനാ അതിനിടക്ക് കയറി വരുന്നത്? അല്ലെങ്കിൽ ഈ വിഷ്ണുവിനുള്ളതാ. ഓ എൻ്റെ പൊന്നോ വെട്ടിങ്ങളെ കൊണ്ട് തോറ്റു ഞാൻ. ഡേ ഒരു കാര്യം പറഞ്ഞേക്കാം. 2 തോണിയിലും കൂടി കാല് ചവിട്ടരുത്. ഒറ്റ തോണിയിൽ ചവിട്ടണം കേട്ടാ എൻ്റെ പൊന്നോ. അതെ 2 തോണിയിലും ചവിട്ടി കളിക്കാനായിട്ട് ഇത് ഫുട്ബോളോ ക്രിക്കറ്റോ ഒന്നും അല്ല. 2 ഭാഗത്ത് നിൽക്കാൻ. ഞങ്ങളെ ഒറ്റ ഭാഗത്ത് ഞങ്ങൾ 2 പേരും ഉണ്ട്. നീ ഔട്ട്. എൻ്റെ പൊന്നോ ശരി ശരി. ഇനി ഞാൻ വഴക്കുണ്ടാക്കി തിരിഞ്ഞു പോലും നോക്കില്ല. ഇവിടെ നിന്ന് വഴക്കണം. ഓ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. ആനന്ദ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. ആനന്ദേട്ടൻ ഇവിടെ ഇല്ലാന്ന് ഓർക്കണം. ആനന്ദേട്ടൻ ഇല്ലാത്തതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മ പോലും അറിയാതെ നിന്നെ ഞങ്ങൾ ആ കിണറ്റി കൊണ്ടുപോയി തള്ളിയിടും. അമ്മേ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. ആർക്കാടാ ഭ്രാന്ത്? ഒന്നുമില്ല എനിക്കാ ഭ്രാന്ത്. എനിക്ക് അങ്ങോട്ട് പോയിരുന്നു. ഞാൻ ഇവിടെ ഈ ക്രിക്കറ്റ് മാച്ച് ഒന്ന് കണ്ടോട്ടെ. ഇപ്പൊ വർഷം 2024 എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ടെക്നോളജി വേറെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവർക്ക് ഇത്രയും കണ്ടുപിടുത്തതും ഈ ചൂട് കുറയ്ക്കാനുള്ള ഒരു കണ്ടുപിടിച്ചൂടെ? അതെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ മണാലിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിൻലാൻഡിലൊക്കെ പോയാൽ എന്ത് തണുപ്പായിരിക്കും. മഞ്ഞിലൊക്കെ ഇങ്ങനെ കളിക്കാം. അതെ എന്ത് ചെയ്യാനാ? യോഗ ഇല്ല അമ്മേ. അഭിലാഷിനെയും ജിത്തുവിനെയും സിക്സിനെയും ഒന്നും കാണുന്നില്ലല്ലോ. അത് ശരിയാണല്ലോ. രാവിലെ മുതൽ അവരാരും കാണുന്നില്ലല്ലോ. സാധാരണ അല്ലെങ്കിൽ നിന്നെയും ആണെങ്കിലൊക്കെ ഫുട്ബോൾ ആണെങ്കിൽ ഞങ്ങളെയൊക്കെ കളിക്കാൻ കൂട്ടും. അപ്പം നിന്നെയൊക്കെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വിളിക്കുന്നതാണല്ലോ. ഇപ്പം എന്താ രാവിലെ ആയിട്ട് അവർ വരാത്തെ? അതൊക്കെ ഒരു കാര്യമുണ്ട്. ഞാനേ എൻ്റെ റൂമിൽ പോയിട്ട് വരാം. ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്. എന്തിന്? അപ്പം അമ്മ ഇതുവരെയായിട്ട് നിങ്ങളോട് കാര്യം പറഞ്ഞില്ലേ? അച്ചോ പാവങ്ങൾ. എങ്കിൽ ഇപ്പം ഞാൻ പറയാം. അതെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും, അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞ അഭിലാഷും സിക്സനും ജിത്തുവും എല്ലാവരും കൂടി, പിന്നെ ഞാൻ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാ പോന്നെന്നറിയോ? എങ്ങോട്ട് പോന്നു? ഞങ്ങളെല്ലാവരും കൂടി കൊടൈക്കനാലിലേക്ക് പോകുന്നു. അയ്യോ മക്കളെ ഒന്നും ഉണ്ടാക്കിയെന്നല്ല. കൊടൈക്കനാലിലേക്ക് ഞങ്ങൾ ട്രിപ്പ് പോകുന്നു. അതെ അനിയത്തിമാരെ ഞാൻ പോയിട്ട് വരാം. അവരെ 12:30 ആകുമ്പോൾ വരും. അതെ മക്കളെ ഇവിടുന്ന് ഏകദേശം നേരത്തെ 12:30 ഞാൻ പറയുന്ന സമയത്ത് തന്നെ പോവുകയാണെങ്കിൽ ഒരു 4:30 5:30 ഒക്കെ ആകുമ്പം എത്താം. ഇതൊന്നും 4:30 ആകുമ്പോൾ എത്താമെന്ന്. ഞാനും പറഞ്ഞടാ. ഇത്ര നേരം എന്തൊക്കെയായിരുന്നു എന്നെ പറഞ്ഞിരുന്നത്? എൻ്റെ പട്ടി കൊണ്ടുപോകും. ഞാൻ നിങ്ങളെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ പറയല്ലോ. ഞാനും കൂടി വരുന്നടാ. എന്തിനാ? അമ്മയോട് വരെ ഞാൻ അനുവാദം ചോദിച്ചായിരുന്നു നിങ്ങളെ കൊണ്ടുവന്നതിന്. അമ്മ സമ്മതിക്കുകയും ചെയ്തു. ശരി ഇത്രയും നേരം പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ എനിക്ക് ചെലവ് ചെയ്യണം. പറ്റുമോ? കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഭവതിമാരുടെ ചെലവെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ശരി വേഗം പോയി പാക്ക് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ളതെല്ലാം. ഇപ്പം അമ്മാര് വരും. അയ്യോ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരും എന്തായാലും വരും. നമ്മുടെ കഷ്ടച്ചങ്കല്ലേ, ഞാൻ വിളിക്കാതിരിക്കുമോ? ആൻറ്റിയോടും അങ്കിളിനോടും എല്ലാം ഞാൻ സമയം ചോദിച്ചു. അവരും വരുന്നുണ്ട്. അവരൊക്കെ ഇപ്പം വരും റെഡി ആയിട്ട്. നിങ്ങളൊന്ന് വേഗം പോയി റെഡി ആവും. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് പാക്ക് ചെയ്തോ. ശരി വേഗം പോയി പാക്ക് ചെയ്യാം. നീ വേഗം പോയി ഇതാ ഫ്രഷ് ആവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയി ആദ്യം പാക്ക് ചെയ്യട്ടെ. ശരിയാ, അല്ലെങ്കിലേ മൊത്തത്തിൽ കല്ലാവും. ഞാൻ വേഗം പോട്ടെ, സമയം തീരില്ല.
അതെ ഇത്രയും നേരം വെക്കാൻ ആവശ്യമില്ല, 1 മണിക്കൂറുണ്ട്. വേഗം വെക്കോ, വേഗം വെക്കോ. അപ്പോഴത്തേക്ക് പോയോ? ഇനി വേണ്ട ഒരു കാര്യം.